ബാബാജി, ഈ പണ്ട് കാലത്തെ ബ്രാഹ്മണരുടെ ക്ഷേത്രങ്ങൾ കയറാൻ പറ്റാത്ത ചില ആൾക്കാരുണ്ടായിരുന്നു. അവർക്കന്നും അവരുടേതായ വീടുകളിൽ ആരാധനയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്ത്രീകളൊക്കെ ഉണ്ടായിരിക്കും. സ്ത്രീകൾക്ക് ഈ മെൻസസ്, അതുപോലെ പ്രസവം, അങ്ങനെ മരണം കാര്യങ്ങൾ, ഇങ്ങനത്തെ ഒക്കെ വാലായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സമയത്ത് ആ വിഭാഗത്തിൽ, അതായത് അത്തരം ആൾക്കാർ ഈ പുണ്യാഹ ശുദ്ധിക്രിയകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെന്താ വെച്ചാൽ ഈ ബ്രാഹ്മണരുടെ ക്ഷേത്രത്തിലേക്ക് ബ്രാഹ്മണരുടെ അല്ലെങ്കിൽ ഈ ചാതുർവർണ്ണ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുന്ന ആൾക്കാർ, അമ്പലവാസി ആൾക്കാർ, ഇവരുടെയൊക്കെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടല്ലാതെയുള്ള ഒത്തിരി ആളുകളുള്ള നാടാണ് നമ്മുടെ ഈ നാട്. അവർക്ക് അവരുടേതായ ദൈവസങ്കല്പങ്ങളും കാവും പതികളും കളരികളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ആരാധനകളും ഭംഗിയായി നടത്തിയിരുന്നു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ശരിയാണ്, സ്ത്രീകൾ മെൻസസ് ആവുക, അല്ല പ്രസവങ്ങൾ സംഭവിക്കുക, മരണം സംഭവിക്കുക, ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നത് തന്നെയാണ്. പക്ഷേ ഇന്നത്തെ പോലെ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഈ മരണമൊക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വാലായ്മയുള്ള പേരിൽ അമ്പലത്തിൽ പോവുക, പുണ്യാഹം കൊണ്ടുവരിക, പുണ്യാഹം തെളിയിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഈ പുണ്യാഹം എന്ന് പറയുന്നത് ഭൂരിപക്ഷമായിരിക്കുന്ന ഈ ഭാരതത്തിൻ്റെ തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ ഭാഗമല്ല. പുണ്യാഹം പലപ്പോഴും ഇപ്പോൾ കേരളത്തിൽ തന്നെ സുപരിചിതമായിട്ട് പുണ്യാഹ വിധി എന്ന് പറയുന്നത് യജുർവേദീയം ഋഗ്വേദീയമായിട്ടാണ് പുണ്യാഹം ഉണ്ടാക്കുന്നത്. ഈ വൈദിക ബ്രാഹ്മണ ശൈലിയുടെ ഭാഗമായിട്ടുള്ള ചുരുങ്ങിയ 2 പേരെങ്കിലും ഇരുന്ന് ചെയ്യുന്നൊരു വൈദിക ക്രിയയാണ്. തന്ത്രത്തിൽ ശരിക്കും തന്ത്രശാസ്ത്രത്തിൽ പോലും പുണ്യാഹമില്ല. അതിൽ തീർത്ഥ നിർമ്മിതി മറ്റുള്ള കാര്യങ്ങളേ ഉള്ളൂ. ചില നമ്മൾ ഈശ്വരൻ്റെ ഭാഗമാണെങ്കിൽ ഈശ്വരൻ തന്നെയാണെന്ന ബോധ്യം മനുഷ്യൻ എപ്പോൾ ആ ചിന്ത നഷ്ടപ്പെടുന്നു, അപ്പോൾ ഈശ്വരനോടുമായിട്ട് വിളക്കി ചേർക്കുന്ന ഒരു സാങ്കല്പിക പദ്ധതിയാണ്, സങ്കല്പ ക്രിയാപദ്ധതിയാണ് ശരിക്കും തീർത്ഥ നിർമ്മിതി. വെള്ളമൊക്കെ ദൈവികത്തിന് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അത് നമുക്കത് അറിയാണ്ട് നമ്മളതെന്തോ അന്യമായി കാണുമ്പോൾ ദേവൻ്റെയാണെന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും എല്ലാ സാധനങ്ങളും ആക്കുന്നൊരു പ്രക്രിയയാണ്. അപ്പോൾ അത്തരത്തിലുള്ള തന്ത്രപദ്ധതിയുടെ ഭാഗം പോലും അല്ലാത്ത ഈ പുണ്യാഹക്രിയ വൈദികന്മാരുടെ രീതിക്ക് കടന്നു വന്നപ്പോൾ അത് ആദ്യകാലത്ത് ഇപ്പോൾ ഈ കാവും പതികളൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിട്ട് അവരുടെ വീട്ടിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുട്ടിക്കാലത്ത് ഈ കാവും പതി അല്ലെങ്കിൽ പതികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വെച്ചാൽ നിത്യേന ആരാധനയൊന്നുമില്ല. അവിടെ സ്ത്രീകളും ഒക്കെ ഉണ്ട്, പ്രസവമൊക്കെ നടക്കുന്നത്, മരണമൊക്കെ നടക്കുന്നത്. അവിടെയൊക്കെ നടക്കുമ്പോഴും തൊട്ട് അടുത്ത് തന്നെയാണ് ദൈവങ്ങളുടെ തറയൊക്കെ ഉണ്ടാവുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, സമാധി മരിച്ച ആളുകളെ അടക്കം ചെയ്ത ഭാഗമൊക്കെ ഉണ്ടാവും. അവിടെ പ്രത്യേകിച്ച് ശുദ്ധി പുണ്യാഹം നമ്മൾ കുട്ടിക്കാലത്ത് കണ്ടിട്ടില്ല. അമ്പലത്തിൽ പോക്ക് തന്നെ നമ്മളെ കുട്ടിക്കാലത്തിന് അമ്പലത്തിൽ കുറവാണ്. അച്ഛൻ്റെ ഒന്നും കാലത്തൊന്നും സംഭവിച്ചിട്ടില്ല. ഈ പുണ്യാഹം വാങ്ങിക്കൊടുന്നിട്ട് തളിക്കുന്ന രീതിയില്ല. അങ്ങനെ തളിക്കണമെങ്കിൽ തന്നെ വേദമന്ത്രങ്ങളൊക്കെ ജപിക്കണേ. അപ്പോൾ അങ്ങനത്തെ രീതിയില്ല. പിന്നെ ഇപ്പോൾ ഈ ക്രിയയുടെ ഭാഗമായിട്ട് അതിൻ്റെ തലേ ദിവസം അല്ലെങ്കിൽ അന്നത്തെ ദിവസമോ കാലത്തൊന്ന് ചാണകം മെഴുകി ചാണകം തളിച്ച് ഇത്രയൊക്കെ രീതിയാണ്. ചാണകം മെഴുകുന്നതുമൊക്കെ ശുദ്ധിയേക്കാൾ അപ്പുറം എന്താ വെച്ചാൽ മണ്ണൊതുക്കുക, അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അത്തരം ഒരു പദ്ധതിയായിരുന്നു. ഇപ്പോൾ മരണം, ഇത്തരം വാലായ്മ എന്ന് പറയുന്ന ഈ സംഭവമൊക്കെ ഉണ്ടാകുന്നത് പുണ്യാഹം ഒന്നും ആയിരുന്നില്ല. ഒരു ഉപ്പെടുക്കുക എന്നുള്ള രീതിയായിരുന്നു. വൈദികമായ ഒരു ശൈലി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ തമാശയാണ്. ഈ ഒരു ബ്രാഹ്മണിസത്തെ, ബ്രാഹ്മണരെയൊക്കെ നിരന്തരം ആക്ഷേപിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന ആളുകൾ തന്നെ അവരുടെ വീട്ടിൽ ഇത്തരം സംഭവങ്ങളൊക്കെ സംഭവിച്ചു. ഞാൻ അപ്പോൾ മാസത്തിലൊരു 3-4 വട്ടെങ്കിലും അമ്പലത്തിൽ ഇപ്പോൾ പുണ്യാഹം വാങ്ങുക, കൊണ്ടുവരിക, തളിക്കുക, ഇത് ശുദ്ധിയാവുക, ഇത്തരം രീതികളൊക്കെ എല്ലാവർക്കും ഉണ്ട്. കാരണം അവരറിയുന്നില്ല, അവരിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു എന്ന് അറിയുന്നില്ല. എന്നിട്ട് നിരന്തരം വരെ കുറ്റം പറയും. ഒരിക്കലും ബ്രാഹ്മണരല്ല ബ്രാഹ്മണിസത്തെ സ്ഥാപിക്കുന്നത്. ബ്രാഹ്മണനായി ആകാൻ വെമ്പുന്ന കുറേ ഹൃദയങ്ങൾ, അവരുടെ പ്രശ്നമാണത്. അതുകൊണ്ട് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവരെ ദൈവങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും സംഭവിക്കാൻ പോകുന്നില്ല, ദൈവവിശ്വാസങ്ങൾക്ക്. പക്ഷെ മറിച്ച് സ്വയം അടിമത്വത്തിൻ്റെയും സ്വന്തം സ്വത്വത്തിൻ്റെയും മഹത്വം അറിയാതെ സഞ്ചരിക്കുന്ന ഒരു ജനത, അത് അവർ മനസ്സിലാക്കി പോകേണ്ടതാണ്. അതൊന്നും ഇല്ലെങ്കിൽ അവിടെ നിന്നില്ല. പിന്നെ അതുപോലെ മഞ്ഞൾ വെള്ളം തെളിക്കുക, പാല് കൊണ്ട് അഭിഷേകം ചെയ്യുക, പാലിന് ചോറയൊന്നുമില്ല, പാല് വെള്ളത്തിൽ കലക്കി തന്നെയാണ്. ഇത്തരം കുറേ കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. ഈ വേപ്പില കൊടുന്ന് തട്ടുക, അത്തരം കാര്യങ്ങൾ. അതുകൊണ്ട് ഒരിക്കലും തന്നെ വൈദികമായിട്ടുള്ള പുണ്യാഹം രീതിയൊന്നും ഉണ്ടായിരുന്നില്ല. അത് പ്രസവത്തിനും മരണത്തിനും ഒന്നുമില്ല. ഇതിൻ്റെയൊക്കെ രീതി വേറെ വേറെ ആയിരുന്നു. വീണ്ടും പറയുന്നു, നമ്മളിതിന് പറയുന്നത് വെച്ചാൽ ബ്രാഹ്മണ്യത്തിന് കുതിക്കുന്ന ഈ അവർണ ഹൃദയങ്ങൾ എന്നാണ് നമ്മൾ പറയാറ്. അത് അവർ മാറ്റണം, അവരടിമത്വം അവർ മാറ്റണം. സ്വയം അടിമയാണെന്നൊരു വ്യക്തി അറിയാം, അല്ലെങ്കിൽ സമൂഹം അറിയാത്തടത്തോളം കാലം അവരടിമത്വം നിന്ന് മോചിപ്പിക്കാൻ ആർക്കും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ബ്രാഹ്മണരെ കുറ്റം കൊണ്ടും കാര്യമില്ല. അത് അവരൊന്നുമല്ല ചെയ്യുന്നത്. ബ്രാഹ്മണിസം അത് നമ്മളായിട്ട് നമ്മുടെ തലയ്ക്ക് കിട്ടിയിരിക്കുന്നതാണ്. അത് അവരുടെ വിശ്വാസമാണ് കേട്ടോ, വൈദികതയാണത്.